നമസ്കാരം, ഞാൻ അശ്വതി. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബഫർ സോൺ മേഖലകളിൽ നടത്തിയ ഉപഗ്രഹ സർവേയെക്കുറിച്ച് വിദഗ്ധ സമിതിക്ക് പരാതി നൽകാനുള്ള സമയപരിധി നീട്ടിയേക്കും. 23-നുള്ളിൽ പരാതി നൽകാനായിരുന്നു മുൻ തീരുമാനം. ഉപഗ്രഹ സർവേക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പരാതി നൽകാനുള്ള സമയപരിധി നീട്ടുന്നത്. സംസ്ഥാനത്ത് മദ്യവില വർധന നിലവിൽ വന്നു. 10 രൂപ മുതൽ 20 രൂപ വരെയാണ് വർധനവ്. മദ്യത്തിന്റെ വിൽപ്പന നികുതി 4% വർദ്ധിപ്പിച്ചുള്ള ബില്ലിൽ ഗവർണർ ഇന്നലെ ഒപ്പുവച്ചിരുന്നു. ബിയറിനും വൈനിനും നാളെ മുതൽ വില വർദ്ധിക്കും. തമിഴ്നാട് തക്കലയിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് വെട്ടിക്കൊന്നു. അഴകിയ മണ്ഡപം സ്വദേശി ജബ പ്രിൻസിയാണ് മരിച്ചത്. ആക്രമണം നടത്തിയ ഇവരുടെ ഭർത്താവ് എബനേസർ ഉറക്കഗുളിക കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു. വസ്ത്രധാരണത്തിൽ മാറ്റങ്ങൾ വന്നെന്നാരോപിച്ചാണ് അക്രമം നടത്തിയത്. തിരുവനന്തപുരത്ത് മോഡൽ സ്കൂൾ ജംഗ്ഷൻ മുതൽ തമ്പാനൂർ വരെയുള്ള റോഡ് അടച്ചിടും. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള റോഡ് ഇന്നു മുതൽ 2 ആഴ്ചക്കാലമാണ് അടച്ചിടുന്നത്. മാൻഹോൾ നവീകരണത്തിന് വേണ്ടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കും തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്കുമുള്ള പ്രധാന റോഡ് അടച്ചിടുന്നത്. പെരിയ ഇരട്ടക്കൊല കേസ് പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്ത അഡ്വക്കേറ്റ് CK ശ്രീധരനെതിരെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം രംഗത്ത്. CK ശ്രീധരൻ തങ്ങളെ ചതിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വീട്ടിലെ ഒരു അംഗത്തെ പോലെ നിന്ന് ഫയലുകളെല്ലാം പരിശോധിച്ചുവെന്നും ഇരുവരുടെയും ബന്ധുക്കൾ ആരോപിക്കുന്നു. ബ്രിട്ടനിലെ മലയാളി നഴ്സിന്റെ മരണം കൊലപാതകമെന്ന് UK പോലീസ് സ്ഥിരീകരിച്ചു. ബ്രിട്ടനിലെ കെറ്ററിംഗിൽ ജനറൽ ആശുപത്രിയിൽ നഴ്സായിരുന്ന അഞ്ജുവും മക്കളായ ജാൻവിയും ജീവയുമാണ് കൊല്ലപ്പെട്ടത്. അഞ്ജുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഷാറൂഖ് ഖാനും ദീപിക പദുക്കോണും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന പത്താൻ സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ഹിന്ദു മുസ്ലിം സംഘടനകൾ രംഗത്ത്. ചിത്രത്തിൽ ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്നു എന്നാരോപിച്ച് ചില ഹിന്ദു സംഘടനകൾ ആദ്യം രംഗത്തെത്തിയിരുന്നു. ഖത്തർ ലോകകപ്പിലെ കലാശ പോരാട്ടത്തിനു വേണ്ടിയുള്ള തീവ്ര പരിശീലനത്തിലാണ് അർജന്റീന ടീമും മെസ്സിയും. അർജന്റീനയും ഫ്രാൻസും നാളെ ഖത്തർ ലൂസൽ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം 8:30-ക്കാണ് ലോകം കാത്തിരിക്കുന്ന മത്സരം. ലോകകപ്പിലെ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത്. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.